പ്രകാശ് എന്റെ കമ്മിറ്റിയിൽ KSU സംസ്ഥാന സെക്രട്ടറിയും ഞാൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്ത് ഞങ്ങൾ സഹോദരങ്ങളെ പോലെ വർക്ക് ചെയ്ത നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. നന്ദാവനം പോലീസ് അക്രമം നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ക്യാമ്പിൽ കൊണ്ടുപോയി ഞങ്ങൾ ആക്രമിച്ചു. അന്ന് എൻ്റെ വലതുഭാഗത്തുണ്ടായിരുന്ന സഹോദരനായിരുന്നു പ്രകാശ്, BV പ്രകാശ്. അപ്പോൾ ആ പ്രകാശ് എൻ്റെ ഭാര്യ ഇതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ടാണ് പറഞ്ഞാൽ പ്രകാശിന്റെ കുടുംബത്തിനും പ്രകാശിന്റെ കുടുംബത്തെയും ഇത്തരം വിവാദങ്ങളിലേക്ക് ഒന്നും വലിച്ചെടുക്കേണ്ടതുള്ളത് ആൻസറുണ്ട്. ആൻസറായി നിങ്ങളുടെ ആശങ്കകൾ ഞാൻ അറിയിക്കാം. എന്നെനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് കുറച്ചാൾക്ക് ശരീരനെ എങ്ങനെയെങ്കിലും ഇന്ന് പുറത്താക്കണമെന്നുണ്ട്. അതാണ് ഇന്നലെ ഞാൻ കണ്ടു ഒരു വാർത്ത. തരൂരിന് മുന്നറിയിപ്പ്. ആരാ മുന്നറിയിപ്പ് കൊടുത്തോന്ന് എനിക്കറിയില്ല. എന്തായാലും എന്റെ അറിവിൽ അങ്ങനെ ഒരു മുന്നറിയിപ്പ് ഇല്ല കേട്ടോ. ക്ലിയർ. അതിപ്പോ ഇപ്പത്തി അപ്പൊ പുതിയ വിഷയമാക്കിയിട്ട് അതെടുക്കുകയാണോ അതിന്? നിങ്ങളുടെ ഈ വികാരം ഞാൻ അദ്ദേഹത്തെ അറിയിക്കാം. നിങ്ങൾ പ്രകടിപ്പിച്ച പക്ഷേ ഈ രാഷ്ട്രീയമാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യുന്നത്. ഓക്കെ, പക്ഷേ അന്ന് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിന് തുടക്കത്തിൽ ഈ വർഗീയത്തിൽ ഉയർന്ന് രക്ഷപ്പെട്ട് പല കാര്യങ്ങളും ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ഹിന്ദു പത്രത്തിൽ നൽകിയ ലേഖനത്തെ അദ്ദേഹം നിഷേധിച്ചു, ഹിന്ദു പത്രം നിഷേധിച്ചു. സഹോദര, ഞാൻ ഒരു കാര്യം പറയാം. താങ്കൾ മാധ്യമ പ്രവർത്തനമാണ്. വളരെ വളരെ ആശയങ്ങൾ വ്യത്യാസമുണ്ടെങ്കിൽ അത് ഞാൻ ബഹുമാനിക്കുന്നു. ആ മാധ്യമ പ്രവർത്തനത്തെ ബഹുമാനിക്കുന്നു. പ്രവർത്തകരെ താങ്കളെ ബഹുമാനിക്കുന്നു. താങ്കൾക്ക് ഡൽഹിയിൽ മാധ്യമ ബന്ധങ്ങളുണ്ടല്ലോ. താങ്കളുടെ പാർട്ടിയിൽപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളോട് ചോദിച്ചു നോക്കണം. ഡൽഹിയിലെ ഞാനിപ്പോ പേര് പറയില്ല. എന്നോട് ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞ മാധ്യമ പ്രവർത്തകർ അവരൊക്കെ തന്നെ കോൺഗ്രസ്സുകാരൊന്നുമല്ല. ഡൽഹിയിൽ ഇന്റർവ്യൂ കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായത്. ഇതെങ്ങനെ വന്നു എന്നുള്ളതിനെ കുറിച്ചല്ല അറിയാം. ഇത് കൃത്യമായിട്ടും ഒരു അജണ്ട തയ്യാറാക്കി കൊടുത്തതാണ്. നിർഭാഗ്യകരമായിട്ട് സീതാറാം യെച്ചൂരി മരിച്ചതിന്റെ പിറ്റേ ദിവസം സംഭവം നടന്നു. താങ്കൾ എന്നെ പരസ്യമായിട്ട് തെറി വിളിച്ചിട്ട് പിന്നെ ഞാനങ്ങ് നിഷേധിച്ചിട്ട് അങ്ങ് പോയാൽ അങ്ങ് രക്ഷപ്പെടുമല്ലോ. ഒരു പ്രദേശത്തെ മുഴുവൻ, ഒരു ജില്ലയെ മുഴുവൻ അധിക്ഷേപിച്ചിട്ട് ആക്ഷേപിച്ചു മാത്രമാണോ? പാണക്കാട് തങ്ങളെ കുറിച്ച് നിങ്ങൾ എന്താ പറഞ്ഞത്? പാണക്കാട് തങ്ങളെ കുറിച്ച് എന്താ പറഞ്ഞത്? അതാണിപ്പോ എന്റെ അപ്പൊ സഹോദര, ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് പറയുമ്പോൾ മുഖ്യമന്ത്രിയുടെ കാര്യം പറ. ഭൂരിപക്ഷം റെക്കോർഡായിരുന്നു.